Hello, Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്നൊരു ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടും. പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവിടെ ഫ്ലവർ വൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 7up ബോട്ടിലും എടുത്തിട്ടുണ്ട്, ഒരു മിനറൽ വാട്ടർ ബോട്ടിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് രണ്ട് ഇതുപോലത്തെ 7up അല്ലെങ്കിൽ പെപ്സിൻ്റെ ഒക്കെ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ എടുത്തോളൂ കേട്ടോ, കാരണം കുറച്ച് കട്ടിയുള്ള ബോട്ടിലാണ് നമുക്കിതിന് വേണ്ടത്. ഇനി അതിലെ ഒരു ബോട്ടിലിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ഫ്ലവർ വൈസ് ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സൈസ് കുറക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പീസും കൂടെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി അതിൻ്റെ നെക്കിൻ്റെ ആ ഒരു പോർഷനും കൂടെ കട്ട് ചെയ്ത് മാറ്റാം. പിന്നെ ഇതുപോലത്തതൊക്കെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ, ആ ബ്ലേഡ് കയ്യിലൊക്കെ തട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ കുട്ടികളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ പാരൻസിൻ്റെ ഹെൽപ്പോടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിലെ ഗ്രീൻ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ ആ വാട്ടർ ബോട്ടിലിൻ്റെ കുറച്ച് ഭാഗം നെക്ക് വരുന്ന ആ ഒരു പോർഷന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഗ്രീൻ ബോട്ടിലിൻ്റെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഇത് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഫ്ലവർ വൈസിൻ്റെ ആ നെക്കിൻ്റെ പോർഷൻ എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തിട്ടുള്ള ആ ഗ്രീൻ ബോട്ടിലിൻ്റെ താഴ്ഭാഗം കൂടെ നമുക്ക് ആ ബോട്ടിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലവർ വൈസിൻ്റെ സൈസ് കുറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ല നിങ്ങൾക്ക് കുറച്ചുകൂടെ ഹൈറ്റുള്ള ഫ്ലവർ വൈസ് ആണ് വേണമെങ്കിൽ മുകൾ ഭാഗം മാത്രം കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി കുറച്ച് വൈറ്റ് സിമെൻ്റ് ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ നമ്മൾ ആദ്യം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കോട്ടൻ്റെ തുണികളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് അവിടെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ ഓരോ പീസായിട്ട് ഈ വൈറ്റ് സിമെൻറ്റിൽ മുക്കിയിട്ട് നമ്മൾ ബോട്ടിലിന് അങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചുകൂടെ ചെറിയ പീസുകൾ കട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഞാനിപ്പോൾ കുറച്ചൊരു ലെങ്ത്തുള്ള പീസാണ് ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിനേക്കായി ഒന്നുകൂടെ നല്ലത് ചെറിയ ചെറിയ പീസുകൾ എടുത്തിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് അതിനൊന്ന് ഡ്രൈ ആവാൻ വെക്കാം. കുറേ സമയമൊന്നും വെക്കരുത്, 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ. കാരണം അത് ആ ക്ലോത്തുകൾ തമ്മിൽ ഒന്നൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ടൈം കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള വൈറ്റ് സിമെൻറ്റ് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ ബോട്ടിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൗസ് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ, അല്ലെങ്കിൽ സ്കിന്നൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ താഴ്ഭാഗത്തും ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തും തേച്ച് കൊടുക്കണം കേട്ടോ. ബോട്ടിലിൻ്റെ താഴ്ഭാഗം വൈറ്റ് സിമെൻറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കട്ടിയുള്ള പേപ്പറിൽ അത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ താഴ്ഭാഗം നല്ല ഫ്ലാറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ബോട്ടിൽ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റിൽ പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു 8 മണിക്കൂർ ഡ്രൈ ആക്കാൻ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് വെള്ളത്തിൽ വെച്ചിട്ട് ഒരു സാൻഡ് പേപ്പറിൻ്റെ പീസ് വെച്ച് നന്നായിട്ട് ഒരതി നീറ്റാക്കി എടുക്കണം.
പിന്നെ അതിൻ്റെ നെക്കിൻ്റെ ഭാഗമൊക്കെ വൈറ്റ് സിമെൻറ്റ് വെച്ച് നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുപോലെ ഒരുപാട് ഫ്ലവർ വേസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് ബോട്ടിൽ, പേപ്പർ കപ്പ്, ന്യൂസ് പേപ്പറൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പല വെറൈറ്റി ആയിട്ടുള്ള ക്രാഫ്റ്റുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സുകൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ നന്നായിട്ട് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് കോട്ടായിട്ട് വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒരു കോട്ട് മാത്രം വൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം ഞാൻ വേറെ ബ്ലൂ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വൈറ്റ് മതിയെങ്കിൽ 2-3 കോട്ടോ വൈറ്റ് അക്രിലിക് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ബ്ലൂ കളർ അപ്പോൾ അത്ര നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിൽ വീണ്ടും ബ്ലാക്ക് അപ്ലൈ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ആ ബോട്ടിൽ കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വൈറ്റ് അക്രലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഇയർബഡുമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ബോട്ടിൽ ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബോട്ടിൽ മുഴുവനായിട്ട് തന്നെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലെ ഫ്ലവർ വേസ് ഉണ്ടാക്കുമ്പം കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. കാരണം നമ്മൾ പെട്ടെന്നൊക്കെ അത് ഉണ്ടാക്കിയിട്ട് കൂടുതൽ ഡ്രൈ ആകാനൊന്നും വെക്കാതെ ചെയ്താൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും കറക്റ്റായിട്ട് ഇപ്പോൾ എനിക്കിത് കിട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്തതാണ്. ഇനി ഇങ്ങനെ കുറേ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. പിന്നെ നമുക്കിതുപോലെ നല്ല രീതിയിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്കിത് സെയിൽ ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തുകൊണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് അപ്ലൈ ചെയ്ത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയതിന് ശേഷം 1-2 കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി കുറച്ച് ട്രൈ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ട്രൈ പിക്ചേഴ്സ് അയച്ചു തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. ഇനിയും നിങ്ങൾ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ട് ട്രൈ പിക്ചേഴ്സ് അയച്ചു തരികയാണെങ്കിൽ ഞാൻ ഓരോ വീഡിയോസിലൊക്കെ ആയിട്ട് ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആഴ്ചയിൽ 3 ദിവസമാണ്. മൺഡേ, വെനസ്ഡേ, സാറ്റർഡേ ആണ് കേട്ടോ. വൈകുന്നേരം 5:30ക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക് യു.